അത് ബോഡി വെയിറ്റിന്റെ ഒരു മാറ്റമുണ്ട്. നല്ല ബോഡി വെയിറ്റ് ഉള്ള വണ്ടിയാണ്. നമുക്ക് കംഫർട്ട് കൂടുതലുള്ള വണ്ടിയാണ്. മെക്കാനിക് ഫിറ്റ് ആണ്, ബോഡി ഫിറ്റ് ആണ്, സ്റ്റിയറിംഗ് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അതെ, നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് എത്ര ആസ്ക്? ഇത് നമ്മൾ 230. 230 ചോദിക്കുന്നത്. ചെറിയ മാറ്റം പറ്റിയിട്ട് കസ്റ്റമർ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വില കുറച്ച്. ഫിക്സ് റേറ്റ് അല്ല. പിന്നെ മാക്സിമം എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. കസ്റ്റമർ സിബിൽ സ്കോർ ഒക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് വെറും 99,999. ഇതിന്റെ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 2,75,000 രൂപയാണ്. നല്ല ഹൈ ക്വാളിറ്റി അലുവ കഷ്ണം പോലത്തെ വണ്ടിയാണ്. ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ, കണ്ണ് ചിമ്മീറ്റ് എടുക്കുക, അത്രയും നല്ല വണ്ടിയാണ്. ഏകദേശം 1,00,000 ഉള്ളിലാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 95,000 രൂപയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൽ AC ഉണ്ട് കേട്ടോ. ഇത് LX ആണ് ഓപ്ഷൻ വരുന്നത്. വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. പിന്നെ കട്ടയുള്ള ടയർ ഉണ്ട്. ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 1,90,000 രൂപയാണ്. ഫോൾട്ട് ഒന്നുമില്ല. ഇത് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3,75,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം ഫുള്ള് ലോൺ, 1 രൂപയില്ലാതെ ലോൺ തീർക്കാൻ പറ്റും. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചെറിയ ബഡ്ജറ്റിൽ വണ്ടികൾ നോക്കി നടത്തുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. മോഡല് കുറഞ്ഞ വണ്ടികളുണ്ട്, മോഡല് കൂടിയ വണ്ടികളുണ്ട്. ഫുള്ള് ലോണിൽ എടുക്കാൻ പറ്റിയ കുറെ വണ്ടികളുണ്ട്. അതുപോലെ തന്നെ മാക്സിമം 30,000-40,000 രൂപക്ക് ഉണ്ടെങ്കിൽ ലോൺ ഇട്ട് എടുക്കാൻ പറ്റിയ കുറെ വണ്ടികളുണ്ട്. മൈലേജ് കൂടുതൽ കിട്ടുന്ന ഓണ്ടന്റ് വണ്ടികളുണ്ട്. അതുപോലെ തന്നെ മാക്സിമം 95,000 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആൾട്ടോ 800 ഉണ്ട്, i20 ഉണ്ട്, അതുപോലെ തന്നെ വാഗണർ ഉണ്ട്, ആൾട്ടോ കാർ ഉണ്ട്, റിഡ്ജ് കാർ ഉണ്ട്. പിന്നെ 7 സീറ്റർ നോക്കുകയാണെങ്കിൽ ഫോർച്യൂണർ ഉണ്ട്, എർട്ടിഗ ഉണ്ട്. ഏകദേശം 10-30ഓളം വണ്ടികൾ സ്റ്റോക്കുള്ള വലിയൊരു ഷോറൂമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഞാൻ ഇന്നുള്ളത് ബ്ലൂബെറി യൂസർ കാർ ഷോറൂമിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്. ഓസേ, വെരി എന്തുപാട്? നല്ല പാടല്ല, സുഖല്ലേ? കച്ചവടം എന്തുപാട്? അൽഹംദുലില്ലാഹ്. ഇത് മാക്സിമം ഇവിടെ എത്ര വണ്ടികൾ സ്റ്റോക്ക് ഉള്ളത്? നമുക്ക് മൊത്തം ഒരു 30-35 വണ്ടി ഉണ്ട്. 35 വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഏകദേശം 95,000 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ എല്ലാത്തരം വാഹനങ്ങളും ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ ഇവിടെ ഇല്ലെങ്കിൽ ആവശ്യക്കാർ വിളിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അറേഞ്ച് ചെയ്ത് നിങ്ങൾ കൊടുക്കും, സെറ്റാക്കി കൊടുക്കും. ഇത് കറക്റ്റ് എങ്ങനെ പ്ലേസ് പ്രേക്ഷകരോട് പറയേണ്ടത്? മഞ്ചേരിന്ന് കീശ്ശേരി റോഡില് ചെകിരിയൻ മൂച്ചി എന്ന് പറയും. ഓക്കെ, അതായത് ഇപ്പൊ മഞ്ചേരിന്ന് വരികയാണെങ്കിൽ കീശ്ശേരി റോഡില് ഓക്കെ. പിന്നെ ഈ ഭാഗത്തുനിന്ന് വരാലോ. കീശ്ശേരി, കൊണ്ടോട്ടി, കീശ്ശേരി. ഇപ്പോ നമ്മളെ കോഴിക്കോട്, കണ്ണൂർ ആ ഭാഗത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ മഞ്ചേരി ബസ് കയറി വന്നാൽ നേരെ അല്ല, അവർക്ക് റോഡ് മാർഗം കൊണ്ടോട്ടി അതെ വണ്ടിയിൽ വരുന്നുണ്ടെങ്കിൽ അതാണ് ആയിക്കൂടെ വന്നാലും മതി. അപ്പൊ വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ ഇവര് വാട്സപ്പ് വഴി ആയിട്ട് ലൊക്കേഷന് അയച്ചു തരും കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. പിന്നെ ഇപ്പൊ ഏത് ജില്ലക്ക് വേണമെങ്കിലും നിങ്ങൾ ഡെലിവറി നമ്മൾ എത്തിച്ചു കൊടുക്കും. ഫ്രീ ആയിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും. ഫ്രീ ആയിട്ട്. അതിന് എക്സ്പെൻസ് ഇല്ല. അതൊരു 3 ലക്ഷം മുകളിലുള്ള വണ്ടികൾക്ക് എക്സ്പെൻസ് ഇല്ലാതെ നിങ്ങൾ എത്തിച്ചു കൊടുക്കും. ഓക്കെ. അപ്പോ നിങ്ങൾ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അവര് അവിടെ മെക്കാനിക്കിനെയോ ആരെങ്കിലും കൂട്ടിയിട്ട് അവിടെ നിന്നോട്ടോ അല്ലെ? മതി. ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് മെക്കാനിക്കിനെ പറഞ്ഞേക്കാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ വണ്ടി കൊണ്ടുപോകാം. ആളില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. നമ്മൾ ഷോറൂം കൊണ്ടുപോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കും. എല്ലാം ഹിസ്റ്ററിയുള്ള വണ്ടികൾ. പഴയ മോഡലിനൊന്നും പൊതുവെ ഹിസ്റ്ററി ഉണ്ടാവില്ല. പുതിയ മോഡലിലൊക്കെ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. ആയിക്കോട്ടെ. ആദ്യമായിട്ട് ഫിയറ്റിന്റെ പൂണ്ടോ. ഇത് മോഡൽ എത്രയാണ്? 2015 മോഡൽ വണ്ടിയാണ്. 2015 മോഡലാണ്. റീ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് റീവണ്ടിയാണ്. 2015 വണ്ടി 17 റീ രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. തന്നെ കുറഞ്ഞ കാലം പുറത്ത് കർണാടകയിൽ ഓടിയിട്ടുള്ളൂ. ഓക്കെ, വണ്ടി എന്താ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല. ക്വാളിറ്റിയിൽ വണ്ടി, എഞ്ചിൻ ക്വാളിറ്റിയും ബോഡി ക്വാളിറ്റിയും നമുക്ക് പറയാൻ പറ്റും. തട്ടുമുട്ടൊന്നുമില്ല. ഇല്ല. എത്രയാണ് ഓടിയിട്ടുള്ളത്? ഇത് 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം ജെനുവിൻ ആണോ? ജെനുവിൻ ആണ്. ഓക്കെ, ഈ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കയറ്റിയത് അഡീഷണൽ ചെയ്തത്. ഇത് മിഡിൽ ഓപ്ഷനാ ടോപ്പ് ഓപ്ഷൻ? ടോപ്പ് അല്ല, ടോപ്പ് അല്ല, ബേസും അല്ല, മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിലാണ് വരുന്നത്. ഡീസൽ എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം മൈലേജ് ഒരു സ്വിഫ്റ്റിനൊക്കെ വരുന്ന സെയിം മോഡൽ എഞ്ചിനാണ്. അതെ, സ്വിഫ്റ്റിന്റെ എഞ്ചിനാണ് വരുന്നത്. ഫിയറ്റ് ആണ് സ്വിഫ്റ്റിനൊക്കെ എഞ്ചിൻ കൊടുത്തിട്ടുള്ളത്. അതെ. ഓക്കെ, മൈലേജ് 20 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. സ്വിഫ്റ്റിനേക്കാൾ 1-2 കിലോമീറ്റർ കുറയും. അത് ബോഡി വെയിറ്റിന്റെ ഒരു മാറ്റം ഉണ്ട്. നല്ല ബോഡി വെയിറ്റ് ഉള്ള വണ്ടിയാണ്. നമുക്ക് കംഫർട്ട് കൂടുതലുള്ള വണ്ടിയാണ്. മെക്കാനിക് ഫിറ്റ് ആണ്, ബോഡി ഫിറ്റ് ആണ്, സ്റ്റിയറിംഗ് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അതെ, നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് എത്ര ആസ്ക്? ഇത് നമ്മൾ 230 ചോദിക്കുന്നത്.
കുറച്ചുകൂടി ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ട് നമുക്ക് ചെയ്യാം. കസ്റ്റമർ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വില കുറച്ച് ഫിക്സ് റേറ്റ് അല്ല. പിന്നെ മാക്സിമം എത്ര പൈസ ഉണ്ട് കിടക്കാൻ? ഇത് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. കസ്റ്റമർ സിബിൽ സ്കോർ ഒക്കെ ഡിപെൻഡ് ചെയ്തിട്ട് ഫുള്ള് ചെയ്യാൻ പറ്റുമോ? ഫുള്ളില്ല, കസ്റ്റമർ അത് നോക്കണം. ഒരു 10-50 രൂപ വേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, 800 പരിചയപ്പെടാം. മാക്സിമം ഫുള്ള് ലോണിൽ എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇത്. മോഡൽ എങ്ങനെയാണ്? 2020 രജിസ്ട്രേഷൻ വരുന്ന 19 മോഡലിൽ വണ്ടി. ഓക്കെ, 20 മോഡല് 19 മോഡൽ 20 റൈസൻ. ഓക്കെ, VXI ആണ് വേരിയന്റ് വരുന്നത്. ഓപ്ഷൻ വരുന്ന VXI ആണ്. രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. 78,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. തന്നെ? അതെ, ആകെ 78 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് കാര്യങ്ങൾ ഇല്ല. ഇത് എയർ ബാഗ് ഒക്കെ വരുന്നതല്ല? 2 എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാ സെറ്റപ്പും. ആൾട്ടോ 800 എന്ന് പറയാൻ പറ്റില്ല. ആൾട്ടോ എന്ന് മാത്രം പേര് വന്നിട്ടുള്ള വണ്ടിയാണ്. അതെ, ഫസ്റ്റ് ഇറങ്ങിയതല്ലേ? 2018 ശേഷം വന്ന വേരിയന്റ്. അതെ. ഓക്കെ, ഇത് എത്ര കൊടുക്കാം? അത് നമുക്ക് 290 കൊടുക്കാം. 290 കൊടുക്കാം. മാക്സിമം ഫുള്ള് ലോൺ കയറും. മാക്സിമം ആളുകളെ ഇതൊക്കെ അനുസരിച്ച് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ലോൺ കയറും. ഓക്കെ, ഇവിടെ നമുക്ക് വീണ്ടും ഒരു ആൾട്ടോ 800 നോക്കാം. 2013 മോഡൽ വണ്ടിയാണ്. 2013 മോഡലാണ്. ഓപ്ഷൻ വരുന്ന LXI ആണ്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അല്ലേ? അതെ, 2 ഡോർ. ആൾട്ടോ 800 എല്ലാതും 2 ഡോർ പവറിന്റെ വന്നിട്ടുള്ളൂ. ഇത് എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? അത് വന്നിട്ട് 93,000 കിലോമീറ്റർ. 93,000 ഓടിയിട്ടുണ്ട്. 4ാമത്തെ RC ഓണറിലാണ് വരുന്നത്. 4ാമത്തെ ഓണർഷിപ്പിലാണ്. നമുക്ക് 1,75 കൊടുക്കാം. ഒരു 25,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. എത്ര പറഞ്ഞ? 25,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി. അല്ല, നിങ്ങൾ വില എത്ര പറഞ്ഞ? 1,75. 2013 വണ്ടിയാണ്. 1,75 തരാന്ന് പറയുന്നുണ്ട്. ലോൺ കിട്ടോ? ലോൺ കിട്ടും. 10-50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാതാ? ഒരു 30-25 രൂപ 30 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. സിബിൽ സ്കോർ ക്ലിയർ ഉള്ള ആളായിരിക്കണം. ഓക്കെ, ഇത് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. നല്ല വണ്ടി, നല്ല കിളിക്കുഞ്ഞു പോലത്തെ ഒരു റിഡ്സ് കാറാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇത് മോഡൽ എത്ര? 2010 ആണ്. 2010 മോഡലാണ്. ന്യൂ മോഡലിൽ കൺവേർട്ട് ചെയ്താണ്. ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ഇത് ഡീസൽ പെട്രോൾ? ഡീസൽ. VDI ഓപ്ഷൻ വരും. ഡീസലിൽ VDI ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് സീറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം കട്ടുള്ള ടയർ ഉണ്ട്. കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 2010 ആരും കണ്ടാ പറയില്ല. പുതിയ പേപ്പർ ഉണ്ട്. 5 വർഷത്തെ ടാക്സ് റിന്യൂവൽ ഒക്കെ പുതിയത് എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇത് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല അല്ലേ? എത്ര കൊടുക്കാം? അത് നമുക്ക് 1,90 കൊടുക്കാം. 1,90 കൊടുക്കാം. 2010 മോഡലാണ് കേട്ടോ. VDI ആണ് ഓപ്ഷൻ വരുന്നത്. ആവശ്യക്കാർ മാക്സിമം 10-25 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന നല്ലൊരു അടിച്ചാപ്പൊളി വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇത് മോഡൽ എത്ര ദിവസം? 2017 മോഡൽ റീ രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഇത് റീവണ്ടിയാണ്. നമ്പർ ആയതാണ് അല്ലെ? ഡീസൽ ആണ്. അത്യാവശ്യം 25 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. ഓപ്ഷൻ ഏതാ വരുന്നത്? യെസ് ഓപ്ഷൻ ആണ് അല്ലെ? വണ്ടി എന്തെങ്കിലും റീപ്ലേസ് മെയിൻ ക്ലാസ് അങ്ങനെ? 2ാമത്തെ ഓണർ ആയിട്ട് മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ? ഒരു സാധനം മാറിയിട്ടില്ല. നമ്പർ മാറിയ വണ്ടി ആണെങ്കിലും റീപെയിന്റ് വന്നിട്ടുണ്ട്. റീപെയിന്റ് കുറച്ച് കയറി ഉണ്ടാവില്ല. ബമ്പർ ഗിമ്പറിലൊക്കെ കയറി ഉണ്ടാവും. അല്ലാതെ വേറെ മേജർ യാതൊരു കംപ്ലൈന്റ് ഫോൾട്ട് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. ഇത് എത്രയാണ് ആസ്ക്? 395. 395 ആണ് ചോദിക്കുന്നത്. ഫുള്ള് ലോൺ കൊടുക്കും. 1 രൂപയില്ലാതെ ഈ വണ്ടി ലോൺ തീർക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. വാഗനർ ഓട്ടോമാറ്റിക് വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. മോഡൽ വരുന്നത് 2018 ആണ്. ഓപ്ഷൻ വരുന്നത് VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. ഇതിന്റെ മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ ഫോൾട്ട് ഒന്നുമില്ല. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3,75,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം ഫുള്ള് ലോൺ 1 രൂപയില്ലാതെ ലോൺ തീർക്കാൻ പറ്റും. ആവശ്യം വോക്സ് വാഗന്റെ പോളോ നമുക്ക് പരിചയപ്പെടാം. ഡീസൽ വണ്ടിയാണ്. മോഡൽ വരുന്നത് 2015 ആണ്. ഓപ്ഷൻ വരുന്ന ഹൈലൈൻ ആണ്. ഏകദേശം ഈ വണ്ടി 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 4,20 ആണ്. ഫുള്ള് ലോണിൽ എടുക്കാൻ പറ്റും. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ഒരു മഴയും വെയിലും കൊള്ളാതെ ഒരു ഫാമിലിക്ക് കൊണ്ട് നടക്കാൻ പറ്റിയ ചെറിയ പൈസന്റെ ഒരു വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. 2009 മോഡൽ 10 റൈസൻ ആയിട്ടുള്ള വണ്ടിയാണ്. 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. മേജർ തട്ടുമുട്ട് പേർക്ക് റീപ്ലേസ് ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി അലുവ കഷ്ണം പോലത്തെ വണ്ടിയാണ്. ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ കണ്ണ് ചിമ്മിയിട്ട് എടുക്കുക അത്രയും നല്ല വണ്ടിയാണ്. ഏകദേശം 1 ലക്ഷത്തിന്റെ ഉള്ളിലാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 95,000 രൂപയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൽ AC ഉണ്ട് കേട്ടോ. ഇത് LX ആണ് ഓപ്ഷൻ വരുന്നത്. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. AC ഉണ്ട്. ഒരു ഡീസൽ വണ്ടി. ഈ വണ്ടി നിങ്ങൾ ഈ പെരുന്നാളിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വില പൊട്ടിച്ചിട്ട് ഓഫറിൽ നിങ്ങൾക്ക് തരും. ഇത് 2012 മോഡൽ 13 റൈസൻ ആയിട്ടുള്ള ഫിയറ്റിന്റെ പൂണ്ടോ. ഏകദേശം ഈ വണ്ടി 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. റീ വണ്ടിയല്ല. വണ്ടി ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ
ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് വെറും 99,999. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ നല്ലൊരു അടിപൊളി മാരുതിന്റെ ബലോനോ പെട്രോൾ മാനുവൽ വണ്ടി പരിചയപ്പെടാം. ഇത് ഓപ്ഷൻ വരുന്ന RS ആണ്, ലിമിറ്റഡ് എഡിഷൻ ആണ്. കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വില വ്യത്യാസത്തിലാണ് ഇറങ്ങുന്നത്, വില ഇതിന് കൂടുതലാണ്. ഇത് മോഡൽ വരുന്നത് 2018 ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഏകദേശം 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 490 ആണ്. ഫുള്ള് ലോൺ കേട്ടോ, 1 രൂപ ഇല്ലാതെ ഈ വണ്ടി ലോൺ ഇറക്കാം. ചെറിയ പൈസക്ക് 7 സീറ്റ് വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. മാരുതിന്റെ എർട്ടിഗ 2012 മോഡലാണ് വരുന്നത്. ഡീസൽ വണ്ടിയാണ്. ഓപ്ഷൻ വരുന്ന VDI ആണ്. ന്യൂ മോഡലിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട് വണ്ടി. ഏകദേശം 2 ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 2,75,000 രൂപയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഹൂണ്ടായിന്റെ ഏതാണ് ഇത്? i20 N-Line NH എന്ന് പറഞ്ഞ സാധനം. ടെർബോ വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ. സൺറൂഫും ഇൻക്ലൂഡ് ആണ് വണ്ടിയിൽ. സൺറൂഫും വരുന്നുണ്ട്. പെട്രോൾ ആണ്. വണ്ടി മോഡൽ എത്ര? 2023 മോഡൽ വണ്ടിയാണ്. 23 മോഡലാണ്. സിംഗിൾ RC ഓണർ ആണ്. വെറും 39,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട്. ഓക്കെ. എത്ര കൊടുക്കാം? നമുക്കിത് ഫുൾ എമൗണ്ട് ലോൺ ഇട്ട് കൊടുക്കാം. ഫുള്ളി ലോണിൽ കൊടുക്കാൻ പറ്റും. 890 കൊടുക്കാൻ പറ്റും. 890 ലോൺ കിട്ടും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കൂ. പോളോ GT DSI ഒക്കെ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ വണ്ടി. അതെ. ഓക്കെ. ഹൂണ്ടായിന്റെ i20 പെട്രോൾ വണ്ടി മാനുവൽ ആണ്. ഇത് മോഡൽ എത്ര? 2020 മോഡൽ വണ്ടിയാണ്. 20 മോഡലാണ്. 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഡോക്ടർ യൂസ്ഡ് വണ്ടി തന്നെയാണ്. ഏതാണ്? ഡോക്ടർ യൂസ്ഡ് വണ്ടി തന്നെയാണ്. ചുമ്മാ സ്റ്റിക്കർ അല്ല, ഒറിജിനൽ ആണ്. ഓക്കെ. വണ്ടി മിയ ആണല്ലേ? അതെ. ഓക്കെ. ഉള്ളു പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തിയുണ്ട്. ഇത് ഓപ്ഷൻ ഏതാ? ഇത് സ്പോർട്സ് ആണ്. ഓപ്ഷൻ സ്പോർട്സ് ആണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ കമ്പനി 2020 വരുമ്പോ ഈ അലോയ് വീൽസ് ആണ് വരുന്നത്. ഓക്കെ. ഇത് എത്ര കൊടുക്കാം? നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ കൊടുക്കാം. 585 കൊടുക്കാം. ഫുള്ള് ലോണ്? അതെ. 585 ചോദിക്കുന്നത്. ഫുൾ എമൗണ്ട് ലോണും ഫുൾ ടാങ്ക് പെട്രോളും. അതാണ് നമ്മൾ പെരുന്നാൾ ഓഫർ. ഓക്കെ. അടുത്ത നമുക്ക് ഇവിടെ ഒരു റെഡ് കളറിലുള്ള ഒരു വണ്ടി നോക്കാം. ഇത് 2019 മോഡൽ വരുന്ന CVT ഗിയർ ബോക്സോട് കൂടിയ ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് മോഡൽ എത്ര പറഞ്ഞത്? 2019. CVT ഗിയർ ആണ് വരുന്നത്. CVT ആണ് ഗിയർ ബോക്സ്. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? 33,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണ്. ഓക്കെ. ഇത് എത്ര കൊടുക്കാം? നമുക്ക് 630 കൊടുക്കാം. 630 കൊടുക്കാം. നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ അതിലും ചെയ്തു. ഫുൾ ലോണ്. കസ്റ്റമർ സിവിൽ സ്കോറും കാര്യങ്ങളും നിങ്ങൾ വെറുതെ പറയലല്ലോ. ഫുൾ ലോൺ കസ്റ്റമർ ട്രാക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കുമല്ലോ. കസ്റ്റമർ വന്നിട്ട് നമുക്ക് ഇല്ല എന്തായാലും കൊടുക്കും. ഇല്ല, ഫുൾ ലോണിൽ കിട്ടുമല്ലോ. കസ്റ്റമർ സിവിൽ സ്കോറും കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ നല്ല ട്രാക്ക് ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഫോൾട്ട് എമൗണ്ട് കുറയും. സിവിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ഫുൾ ലോൺ കിട്ടൂല. നല്ല ട്രാക്ക് ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ടൊയോറ്റന്റെ ഫോർച്യൂണർ ആണ്. നമ്പർ മാറിയ വണ്ടിയാണ് കേട്ടോ. 2013 മോഡലാണ്. 2 വീൽ ഡ്രൈവ് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്. ഈ വണ്ടി ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന് ഇവര് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 12,75,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കും. ഫുള്ളി ലോണിൽ കിയ സെൽറ്റോസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും. നിങ്ങൾക്ക് ഈ വണ്ടി ഫുള്ളി ലോണിൽ കിട്ടും. ഇത് മോഡൽ വരുന്നത് 2022 ആണ്. പെട്രോൾ മാനുവൽ വണ്ടിയാണ്. വെറും 34,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഓപ്ഷൻ വരുന്ന HDX ആണ്. സൺറൂഫ് വരുന്ന വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത വിലയിൽ നിങ്ങൾക്ക് തരും. ചോദിക്കുന്ന വില 1090 ആണ്. വില നെഗോഷ്യബിൾ ആണ് കേട്ടോ. വില കട്ട് ചെയ്ത് കുറച്ച് തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളും. ഒരു വണ്ടി കൂടി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് അതിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചെറിയ പൈസക്ക് ഒരു വോക്സ് വാഗന്റെ പോളോ ഡീസൽ വണ്ടിയാണ്. മോഡൽ വരുന്നത് 2011 ആണ്. ഓപ്ഷൻ വരുന്ന ട്രെൻഡ് ലൈൻ ആണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. പിന്നെ കട്ടയുള്ള ടയർ ഉണ്ട്. ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 1,90,000 രൂപയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ.